ഹായ്, ഞങ്ങളപ്പോൾ ഒരു യാത്ര പോവുകയാണ്. എറണാകുളത്തേക്കാണ് യാത്ര. അവിടെ വെച്ചിട്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിന് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എത്രാം സ്ഥാനമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവാർഡ് ഉണ്ടെന്ന് കേട്ടപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെ മയൂഖ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനുണ്ട്, മയൂഖയുണ്ട്, മയൂഖയുടെ ചേച്ചിയും പിന്നെ ആരാധ്യ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളതിൻ്റെ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അവിടെ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. LK ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ്. രാവിലെ മുതലേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഫംഗ്ഷൻ വൈകിട്ടായിരുന്നു കേട്ടോ. മെയിൻ അവാർഡ് ആയതുകൊണ്ട് വൈകിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്രാം സ്ഥാനമായിരിക്കും എന്നുള്ള ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. നമുക്ക് മെയിൻ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്രാമത്തെ സ്ഥാനമാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ കുറേ ഇരുന്ന് ബോറടിച്ചപ്പോൾ പുറത്ത് വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ കുഞ്ഞൂട്ടി കുറേ വീഡിയോസൊക്കെ എടുത്തു അവിടെ നിന്ന്. പിന്നെ സുത്തൂട്ടനെ എടുത്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ പ്രശസ്തരായിട്ടുള്ള സംവിധായകരും അതുപോലെ സിനിമാ നടന്മാരൊക്കെ നമ്മുടെ ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഫംഗ്ഷനൊക്കെ ആരംഭിച്ചു, ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് ശേഷം സംവിധായകരായിട്ടുള്ള TV ചന്ദ്രൻ സാറും കമൽ സാറ്, അടൂർ ഗോപാലകൃഷ്ണൻ സാറ് അവരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പ്രസംഗിച്ചു, അവരുടെയൊക്കെ സംസാരം കേട്ടു. പിന്നെ കൊറിയൻ ഭാഷയിൽ നിന്നുള്ള സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ എല്ലാം ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ കിട്ടി. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ അവാർഡ് അനൗൺസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവാർഡ് സ്റ്റുഡൻറ്റ് ഷോർട്ട് ഫിലിമിൻ്റെ അവാർഡ് കിട്ടിയത് വേറെ ആളുകൾക്കായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡാണ് ഞങ്ങൾക്ക്, അതായത് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ അവിടെ അവാർഡിന് പരിഗണിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ അത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരു അവാർഡിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ഷോർട്ട് ഫിലിം അല്ല. പക്ഷേ അത് അയച്ചു കൊടുത്തപ്പം അത് അവാർഡിലേക്ക് പരിഗണിച്ചതിൽ വളരെ സന്തോഷം തോന്നി. അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ ടീമിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. അപ്പം മിത്രയും സിന്ധു ടീച്ചറും പിന്നെ നമ്മുടെ കുട്ടികളും പിന്നെ അതിൽ അഭിനയിച്ച സതീഷ്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പോയി അവാർഡൊക്കെ വാങ്ങിച്ചു. കമൽ സാറിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് വാങ്ങിച്ചത് കേട്ടോ. ഈ ഫംഗ്ഷന് വന്നിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ അതുപോലെ സോഹൻ റൈസ് സാറിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. കമൽ സാർ ഉണ്ടായിരുന്നു, കമൽ സാറിൻ്റെ കൂടെയൊക്കെ പൊന്നൂട്ടി പോയിട്ട് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലെ ആക്ടറായിട്ടുള്ള രജിത് കപൂർ സാർ ഉണ്ടായിരുന്നു, സാറിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് നമ്മുടെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. ഏട്ടനില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും ദൂരം പോകുന്നത്. പക്ഷെ മോന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല.